everyone, welcome back to our channel Innus recipe. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് നല്ല നാടൻ കണവ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. കൂന്തൽ കണവ എന്നൊക്കെ പറയുന്നത് സ്ക്വിഡിനെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു നാടൻ രീതിയിലുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിക്കും അതുപോലെ തന്നെ പുട്ടിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു റോസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാൻ 1/2 കിലോ കണവയായിരുന്നു കേട്ടോ വാങ്ങിയത്. എന്നിട്ടത് വൃത്തിയാക്കിയൊക്കെ വരുമ്പോഴേക്കും വളരെ കുറച്ച് ആണ് നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ടിത് വട്ടത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഏറ്റവും എളുപ്പം ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാനാണ് കേട്ടോ. നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ട് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ മസാലയൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത് കേട്ടോ. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. നല്ലൊരു കളറ് വരണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർക്കണം. ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 3 വെളുത്തുള്ളി, ഒരു 4 ചെറിയ ഉള്ളി എന്നിവ അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കണവയിലേക്ക് മസാല പിടിക്കാൻ നല്ല പാടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മളത് ചേർത്ത് കൊടുത്തു. ഇനി ഒരു 2 കറിവേപ്പില കൂടി ഇതുപോലെ നമുക്ക് ചെറിയ പീസാക്കി ഇട്ടിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഇതൊന്ന് മസാജ് ചെയ്ത് പിടിപ്പിച്ചു കൊടുക്കണം. ഇതുപോലെ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം മസാലയൊക്കെ പിടിച്ചു എന്ന് തോന്നുന്നു. ഞാനത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആകെ ഒരു കുറച്ചേ ഉള്ളൂ കേട്ടോ കണവ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് പറ്റാനുള്ള മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ കുക്കറാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണവയിൽ നിന്ന് വെള്ളം വന്നോളും. എന്നാലും ഇതിൻ്റെ അകത്ത് ഇത്രയല്ലേ ഉള്ളൂ ആകെ. അതുകൊണ്ട് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ജാറ് കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാല ഒന്നും വേസ്റ്റാക്കി കളയണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 വിസിൽ വന്നാൽ മതി. 5 വിസിൽ കറക്റ്റാണ് കണവയ്ക്ക്. കൂടുതലായാലും അതുപോലെ തന്നെ കുറഞ്ഞു പോയാലും അത് ഇങ്ങനെ റബ്ബർ പോലെ ആവാൻ ചാൻസ് ഉണ്ട്. നമുക്കിനി മസാല റെഡിയാക്കി എടുക്കാം. ചട്ടി ഉണ്ടെങ്കിൽ ചട്ടി തന്നെ എടുക്കുക കേട്ടോ. നാടൻ വിഭവങ്ങൾക്ക് ചട്ടിയും അതുപോലെ തന്നെ പച്ചവെളിച്ചെണ്ണയുമാണ് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഞാൻ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവുമ്പോൾ ഒരു പിഞ്ച് ഉലുവ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ചൂടാകുമ്പോൾ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകമാണ്. പെരിഞ്ചീരകവും ഒരു നുള്ളു മതി. ഓരോന്നായിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 പച്ചമുളക് നെടുകെ കീറിയത്, ഇഞ്ചി ഒരു 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ വെളുത്തുള്ളി ഒരു 4 എണ്ണം വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 6 ചുമന്ന ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. ഇത് നല്ലപോലെ മൂത്താലാണ് ഇനി ചേർക്കുന്ന സാധനങ്ങളെല്ലാം നന്നായിട്ട് റോസ്റ്റായിട്ട് വരുള്ളൂ. നമ്മൾ ബേസിക്കലി റോസ്റ്റ് ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലൊരു അടിപൊളി സ്മെല്ല് വരും നമ്മുടെ ഇതെല്ലാം മൂത്ത് വരുന്ന. ആ ഒരു സ്മെല്ല് വന്നതിന് ശേഷം മാത്രം 2 സവാള നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴഞ്ഞു വരാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കറക്റ്റ് സവാള വെന്ത് വരാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ സ്ക്വിഡിൽ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും സ്ക്വിഡ് 5 വിസിലും അടിച്ച് റെഡി ആയിട്ടുണ്ടാവും. ഇതുപോലെ പതിയെ ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. പെട്ടെന്ന് തീ കൂട്ടി വെച്ചിട്ട് റോസ്റ്റ് ചെയ്യരുത്, അപ്പോൾ ഒരു സ്വാദും ഉണ്ടാവില്ല. ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി ഉണ്ടാക്കുന്ന സവാള തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മളിതുപോലെ ചെയ്തെടുക്കാം.
പിന്നെ സ്ക്വിഡ് വേവിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ. കുക്കറിൽ വയ്ക്കുന്നതാണ് ഏറ്റവും എളുപ്പം. അല്ലെങ്കിൽ കുക്കറിലല്ലാതെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്നില്ലെങ്കിൽ നല്ല പോലെ ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് 5 മിനിറ്റ് വേവിക്കുക. അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സോളം ചെറിയ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഈ 2 രീതി അല്ലെങ്കിൽ ഇത് റബ്ബർ പോലെയായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് സവാള മൂത്ത് കഴിയുമ്പോൾ ഒരു എന്താ പറയുക, 4ആയിട്ടൊരു തക്കാളി കട്ട് ചെയ്ത വരുന്ന ഒരു 1/4 ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒത്തിരി ആവാൻ പാടില്ല. ഈ കണവ അത്രയ്ക്ക് മസാല അബ്സോർബ് ചെയ്യില്ല, അതുകൊണ്ടിട്ട് നല്ല പുളിരസം ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് പീസ് മാത്രം തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പം തക്കാളി നല്ലപോലെ ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നടുക്കിലേക്ക് ഇങ്ങനെ കൂട്ടി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കുക. അപ്പം മസാല പെട്ടെന്ന് കരിഞ്ഞു പോകുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഗരം മസാല. നമ്മൾ കഴിഞ്ഞ ദിവസം ഗരം മസാലയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു മസാലയാണ് കേട്ടോ ഇത്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി കൂടിപ്പോകാൻ പാടില്ല, ഒരു പിഞ്ച് മതി. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ. ഞാൻ ഫുള്ള് കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പച്ചമുളക് ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ കുരുമുളകും ഇതിൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ടിട്ട് എരിവുണ്ടാവും, കളറും വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർത്തിട്ടുള്ളത്. ഒരു 30 സെക്കൻഡ് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. ചട്ടിയിൽ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ചൂടായിരിക്കും ഇതിന്. അപ്പോൾ ഇതൊരു 30 സെക്കൻഡ് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ റെഡി ആയിട്ടുള്ള കണവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണവ വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുള്ള കണവയാണ് കേട്ടോ. എക്സ്ട്രാ വരുന്ന വെള്ളമൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല. നമ്മൾ ചപ്പാത്തിയുടെയോ അതുപോലെ തന്നെ പുട്ടിൻ്റെയോ കൂടെയാണ് കഴിക്കുന്നത്. കുറച്ചൊരു മോയ്സ്ചർ വേണമല്ലോ, മോയ്സ്റ്റായിട്ടിരിക്കണമല്ലോ. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ 2 സെറ്റ് മസാലയായിട്ടല്ലേ നമ്മൾ ചേർത്തേക്കുന്നത്, ഒന്ന് കണവയുടെ കൂടെയും ഒന്ന് നമ്മൾ ഈ മസാല റെഡിയാക്കിയപ്പോഴും. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ആവണം. അപ്പം അതിന് മുന്നേ നമുക്ക് ഒരു കണവയുടെ പീസ് കഴിച്ചു നോക്കണം. എന്നിട്ട് മസാലയൊക്കെ ഓക്കെ ആണോ എന്ന് നോക്കണം. ഓക്കെ ആയിരുന്നു, അതുകൊണ്ടിട്ട് ഞാൻ ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പം ഇങ്ങനെ നടുക്കോട്ട് ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് 3 മിനിറ്റ് വേവിച്ചെടുക്കാം. 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കണവേന്ന് ഇതുപോലെ മസാല, വെള്ളം അതെല്ലാം ഇറങ്ങിയിട്ട് മൊത്തത്തിൽ എല്ലാം കൂടി അങ്ങ് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടി ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഇതുപോലെ ഏത് റോസ്റ്റ് ഉണ്ടാക്കിയാലും ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, അതുപോലെ തന്നെ നല്ലൊരു മണത്തിന് വേണ്ടി പെരിഞ്ജീരകം പൊടിച്ചത്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ബീഫ് റോസ്റ്റ് ആണെങ്കിലൊക്കെ ലാസ്റ്റ് ഇതുപോലെ വെളിച്ചെണ്ണയും പെരിഞ്ജീരകവും കുരുമുളക് പൊടിയും കറിവേപ്പിലയും ലാസ്റ്റ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു സ്മെല്ലോടെ തന്നെ അടച്ചു വയ്ക്കുക. എന്നിട്ട് സെർവ് ചെയ്യുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ കണവ റോസ്റ്റ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ അങ്ങ് കുറയും കേട്ടോ തണുത്ത് കഴിയുമ്പോൾ. അതുകൊണ്ടിട്ട് അതോർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Till then, take care. Bye bye.